സോ നമുക്ക് ഇനിയിപ്പോ ഈ വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും അതുപോലെ പവറും എനർജിയൊക്കെ റിലേറ്റഡ് ആയിട്ടൊക്കെ വരുന്ന കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ calculate the power consumed in a pure AC resistive circuit of 8 ohm and applied voltage of 36 volt. Okay. നമുക്കൊരു റെസിസ്റ്റീവ് സർക്യൂട്ട്, ഒരു പ്യോർ എ സി റെസിസ്റ്റീവ് സർക്യൂട്ട് തന്നിട്ടുണ്ട്. അതിന്റെ അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 8 ഓം ആണ്. അതിന് അക്രോസ് അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജിന്റെ വാല്യൂ എന്ന് പറയുന്നത് 36 വോൾട്ട് ആണ്. ഓക്കെ, സോ 8 ഓം റെസിസ്റ്റൻസ്, 36 വോൾട്ട് വോൾട്ടേജ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിന് അക്രോസ് ഈ ഒരു സർക്യൂട്ടിൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന പവർ ആണ് ചോദിക്കുന്നത്. സോ എത്ര പവർ കൺസ്യൂം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 4.5 വാട്ട്, ഓപ്ഷൻ ബി 144 വാട്ട്, ഓപ്ഷൻ സി 162 വാട്ട് ആൻഡ് ഓപ്ഷൻ ഡി 288 വാട്ട്. ഓക്കെ, സോ ഇതിൽ ഏതാ നമുക്ക് നോക്കാം. സോ വരുന്നില്ല, നമുക്കറിയാം പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. സോ ഇതിൽ നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്, പക്ഷെ കറണ്ട് ഇല്ല. ആൻഡ് പകരം എന്താ നമുക്ക് തന്നിരിക്കുന്നത്, റെസിസ്റ്റൻസ് വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ. സോ റെസിസ്റ്റൻസ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താം അല്ലെ. എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടെത്താന്ന് പറഞ്ഞത്, പി ഇസിക്കൽ ടു വി ഐക്ക് പകരം നമുക്ക് ഇവിടെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം, പി ഇസിക്കൽ ടു വി സ്ക്വയർ ബൈ ആർ എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. സോ ഇവിടെ വിയുടെ വാല്യൂ 36 ആണ്, ആറിന്റെ വാല്യൂ 8 ആണ്. സോ 36 സ്ക്വയർ ബൈ 8 ചെയ്താൽ ഏത് വാല്യൂ ആണോ കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്കത് ഏതാണെന്ന് നോക്കാം. സോ 36 സ്ക്വയർ ബൈ 8, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 162 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ 162 വാട്ട് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ പി ഈസിക്കൽ ടു 162 വാട്ട് ആൻഡ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Second question, the value of the resistance to be connected across 12 volt battery to provide 1 milliampere current is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഒരു 12 വോൾട്ട് ബാറ്ററി നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് അതിൽ നമുക്ക് കിട്ടേണ്ടുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 1 മില്ലി ആംപിയർ കറണ്ട് ആണ്. അങ്ങനെയാണ് ഇപ്പൊ 12 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് നമുക്ക് 1 മില്ലി ആംപിയർ കറണ്ട് ആണ് കിട്ടേണ്ടുന്നതെങ്കിൽ ആ സർക്യൂട്ടിൽ കണക്ട് ചെയ്യേണ്ടുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ വി തന്നിട്ടുണ്ട്, ഐ തന്നിട്ടുണ്ട്, ആർ ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ വിയും ഐയും തന്നിട്ടുണ്ടെങ്കിൽ ആറിന്റെ വാല്യൂ എങ്ങനെയാണ്, വി ബൈ ഐ ആണ് അല്ലെ. സോ വിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 12 ആൻഡ് ഐയുടെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും 1 മില്ലി ആംപിയർ. 1 മില്ലി ആംപിയർ നമുക്ക് എഴുതുമ്പോൾ ഒന്നുകിൽ 1 × 10⁻³ ഇടാം, അതല്ലെങ്കിൽ 0.001 എന്നുള്ള രീതിയിൽ നമുക്ക് ഇടാം. ഓക്കെ, സോ 12 ഡിവൈഡഡ് ബൈ 0.001 അല്ലെങ്കിൽ 12 ഡിവൈഡഡ് ബൈ 1 × 10⁻³ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുക 12,000 ഓം ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സോ 12 കിലോ ഓം എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, സോ 12 കിലോ ഓമിന്റെ റെസിസ്റ്റൻസ് നമ്മൾ ആ ഒരു സർക്യൂട്ടിനെ അക്രോസ് കണക്ട് ചെയ്യുമ്പോഴാണ് 12 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് നമുക്ക് 1 മില്ലി ആംപിയർ കറണ്ട് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3, the monthly power consumption of 10 lamps of 100 watts each used 8 hours a day will be option A 240 units, option B 245 units, option C 225 units and option D 250 units. അതായത് നമുക്കിവിടെ 10 ലാമ്പ് തന്നിട്ടുണ്ട്. ഈ 10 ലാമ്പും 100 വാട്ടാണ് അതിന്റെ പവർ എന്ന് പറയുന്നത്. സോ ഈ ഓരോ ലാമ്പും നമ്മൾ എന്താണ് 8 മണിക്കൂർ ഒരു ദിവസം നമ്മൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഓക്കെ, 10 ലാമ്പ് 100 വാട്ട് ഈച്ചുള്ള 10 ലാമ്പ് നമ്മൾ 8 മണിക്കൂർ ഡെയിലി പ്രവർത്തിപ്പിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി കൺസംഷൻ, പവർ കൺസംഷൻ എത്രത്തോളം ആണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാവുന്നതാണ്. നമുക്കറിയാം എന്താണ് എനർജി കൺസംഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വി ഇൻറ്റു ഐ ഇൻറ്റു ടി, അതായത് പവർ ഇൻറ്റു ടി ആണ്. സോ ഒരു പെർ ഡേ കൺസംഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ 10 ലാമ്പ് 100 വാട്ട്, സോ 10 × 100 1000 വാട്ട് വരും. ആൻഡ് അതിന്റെ എനർജി കൺസംഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 8 അവേഴ്സ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. സോ
1000 into 8 ചെയ്യുക. 1000 into 8 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 8000 വാട്ട് അവർ എന്നുള്ള വാല്യൂ കിട്ടും. അതല്ലെങ്കിൽ 8 കിലോ വാട്ട് അവർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, 8 കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോഴത്തേക്കും 8 യൂണിറ്റ് ആയി അല്ലെ. 8 യൂണിറ്റ് ആണ് ഡെയിലി ഉള്ള പവർ കൺസംഷൻ എന്ന് പറയുന്നത്. ഇത്രയും എന്താ പറയാ എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് 10 ലാമ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക്, അങ്ങനെ ഒരു ദിവസം 8 യൂണിറ്റ് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ കൺസംഷൻ നോക്കാനായിട്ട് ഇൻറ്റു എത്ര ചെയ്യണം? ഒരു മാസം 30 ദിവസം എന്നുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ 8 into 30 നമ്മൾ ചെയ്യാം. സോ അപ്പൊ നമുക്ക് 240 യൂണിറ്റ്സ് എന്ന് പറഞ്ഞ് കിട്ടും. 8 into 30 240 യൂണിറ്റ്സ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ എ, 240 യൂണിറ്റ്സ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്, നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. ആൻസർ ഈസ് 240 യൂണിറ്റ്സ്. എങ്ങനെ ഇതിൽ ചെയ്യിക്കുന്നത് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ലാംപ്സ് 10 ഇട്ടിട്ടുണ്ട്. പവർ 100 വാട്ട് ഈച്ച് ആണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് അങ്ങനെയാണല്ലോ, ടൈം 8 hours ആയിട്ട്. സോ ഒരു മാസത്തെ ടൈം പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്കാണ് 8 into 30. ഓക്കെ, 30 ദിവസം. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും 240 hours എന്നുള്ള രീതിയിൽ നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്തു. സോ ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. മന്ത്ലി കൺസംഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പവർ ഇൻറ്റു ടൈം. സോ ടൈം നമുക്ക് 240 hours ഇപ്പൊ നമ്മൾ കണ്ടെത്തി. സോ ടി വാല്യൂ അവിടെ നമുക്ക് കിട്ടി. ഇനി പി വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. പി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? 10 ലാംപ്സ് 100 watts ഈച്ച് ആണ് അല്ലെ. സോ 10 into 100, സോ 1000 വാട്ട്. സോ മന്ത്ലി കൺസംഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പി ഇൻറ്റു ടി, where P is 1000 watt and T is 240 hours. So 240 into 1000 നമുക്ക് 24 into അല്ലെങ്കിൽ 240 into 240 into 1000 എന്നുള്ള രീതിയിൽ എത്ര 2,40,000 വാട്ട് അവർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇടാം. അതല്ലെങ്കിൽ നമുക്ക് 240 കിലോ വാട്ട് അവർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇടാവുന്നതാണ്. ഓക്കെ, ആൻഡ് 1 കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു യൂണിറ്റ് ആണ് അല്ലെ. സോ അങ്ങനെ വരുമ്പോൾ 240 യൂണിറ്റ്സ് ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് in a closed circuit the voltage is reduced to half and resistance is doubled, the current becomes how much? ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സർക്യൂട്ട്, ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ടിൽ വോൾട്ടേജ് പകുതിയാക്കി, റെസിസ്റ്റൻസ് ഇരട്ടിയാക്കി. അങ്ങനെയാണെങ്കിൽ കറന്റിന് എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ 4 times, ഓപ്ഷൻ ബി ഡബിൾ, ഓപ്ഷൻ സി എ ക്വാർട്ടർ ആൻഡ് ഓപ്ഷൻ ഡി ഹാഫ്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ചോയ്സസ്. 4 ഇരട്ടിയാവും, ഇരട്ടിയാവും, അല്ലെങ്കിൽ 1/4 ആവും, അല്ലെങ്കിൽ ഹാഫ് ആവും എന്നുള്ള രീതിയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ കറണ്ടിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്, റെസിസ്റ്റൻസും വോൾട്ടേജും ആണ് തന്നിരിക്കുന്നത് അല്ലെ. സോ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണെന്ന് നമുക്കറിയാം. വോൾട്ടേജ് ഹാഫ് ആകുമ്പോഴത്തേക്കും എന്താണ്? വി ബൈ 2 ആകും. ആൻഡ് റെസിസ്റ്റൻസ് ഡബിൾ ആകുമ്പോഴത്തേക്കും 2R എന്നുള്ള രീതിയിലാവും. സോ എഫക്റ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ ഐ ഇസ് ഈക്വൽ ടു വി ബൈ 4R എന്നുള്ള രീതിയിലാവും. സോ 1/4 ഓഫ് ദ കറണ്ട് ആണ് ആവാൻ ചാൻസ് ഉള്ളത്. നമുക്കത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്, കറക്റ്റ് ആണ്. നമ്മുടെ ഓപ്ഷൻ കറക്റ്റ് ആയിരുന്നു. 1/4 ആവും നമ്മൾ പറഞ്ഞു അല്ലെ. സോ ഓപ്ഷൻ സി എ ക്വാർട്ടർ, അതാണ് നമ്മുടെ ആൻസർ. സോ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആൻഡ് വി ഡാഷ് എന്നുള്ള രീതിയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് റെഡ്യൂസ് ചെയ്ത വോൾട്ടേജിനെയാണ്. സോ റെഡ്യൂസ് ചെയ്ത പുതിയ വോൾട്ടേജ് വി ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്കും വി ബൈ 2 ആൻഡ് പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ആർ ഡാഷ് എന്നുള്ള രീതിയിൽ നമ്മൾ മെൻഷൻ ചെയ്തു, വിച്ച് ഈസ് 2R, 2 times R. ഓക്കെ, ആൻഡ് ഐ ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്കും വി ഡാഷ് ബൈ ആർ ഡാഷ്, where v dash is v by 2 and r dash is 2R. So I dash എന്ന് പറയുമ്പോഴത്തേക്കാണ് v by 2 by 2R എന്നുള്ള രീതിയിൽ വരും. v by 4R എന്ന് നമുക്ക് എഴുതാം. അതല്ലെങ്കിൽ 1 by 4 of v by r എന്നുള്ള രീതിയിൽ നമുക്ക് ഇടാം. സോ അങ്ങനെയാണ് എ ക്വാർട്ടർ ഓഫ് ദ ഇനിഷ്യൽ വാല്യൂ എന്നുള്ള രീതിയിൽ 1/4 എന്നുള്ള ആൻസർ വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ 5. An electric heater of 2000 watt is used for 2 hours daily. Okay, what is the energy consumed in a month? Okay, so നമുക്ക് ചോദിച്ചിരിക്കുന്ന വെച്ചാൽ ഒരു ഇലക്ട്രിക് ഹീറ്റർ തന്നിട്ടുണ്ട്. അതിന്റെ പവർ എന്ന് പറയുന്നത് 2000 വാട്ട് ആണ്. അത് ഡെയിലി 2 മണിക്കൂർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രിക് ഹീറ്റർ 2 മണിക്കൂർ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മാസം അത് എത്ര എനർജി കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്.
ആൻഡ് മാസത്തിന്റെ നമ്പർ ഓഫ് ഡേയ്സ് നമുക്ക് തന്നിട്ടുണ്ട്, 30 ഡേയ്സ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഓപ്ഷൻ എ 60 കിലോ വാട്ട് അവർ, ഓപ്ഷൻ ബി 120 കിലോ വാട്ട് അവർ, ഓപ്ഷൻ സി 90 കിലോ വാട്ട് അവർ, ആൻഡ് ഓപ്ഷൻ ഡി 150 കിലോ വാട്ട് അവർ. ഓക്കെ, സോ നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന വെച്ചാൽ പവർ പി എന്ന് പറയുന്നത് 2000 വാട്ട് അല്ലെങ്കിൽ 2 കിലോ വാട്ട് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ആൻഡ് ടൈം ടി എന്ന് പറയുന്നത് 2 hours എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ നമ്മള് ഒരു മാസത്തെ കണക്കെടുക്കുമ്പോഴത്തേക്ക് എന്താണ് 30 ഡേയ്സ് ആണ് അല്ലെ. സോ 30 ഇൻറ്റു 2 എടുക്കുക. സോ 60 hours ആണ് നമുക്ക് ഒരു മാസത്തേക്ക് വരുന്നുണ്ടാവുക. സോ പി ഇൻറ്റു ടി ചെയ്യുക, അതായത് 2 കിലോ വാട്ട് ഇൻറ്റു 60 അവർ നമ്മൾ ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് എത്രയാണ് നമുക്ക് 120 കിലോ വാട്ട് അവർ എന്നുള്ള രീതിയിൽ നമുക്കൊരു ആൻസർ കിട്ടും. സോ ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി 120 കിലോ വാട്ട്. ഓപ്ഷൻ ബി ആണോ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, കറക്റ്റ് ആണ്. നമ്മൾ ഉദ്ദേശിച്ച കറക്റ്റ് തന്നെയാണ്. ഓപ്ഷൻ ബി 120 കിലോ വാട്ട് അവർ ആണ് ആൻസർ വരിക. സോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് എനർജി ഈക്വൽ ടു പവർ ഇൻ ടു ടൈം, where daily consumption is 2000 watt divided by 1000 ഇട്ടു, അതിന് കിലോ വാട്ട് ആക്കിയതാണ്. ആൻഡ് പെർ ഡേ ഉള്ള നമ്മളിവിടെ കൺസിഡർ ചെയ്ത് പെർ ഡേ എന്നുള്ള കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ഇൻറ്റു 2 hours. സോ ഡെയിലി കൺസംഷൻ വിൽ ബി 2 കിലോ വാട്ട് അവർ. അതിന് നമ്മൾ മന്ത്ലി കൺസംഷൻ ആകുമെന്ന് 2 ഇൻറ്റു 60 വിച്ച് വിൽ ബി 120 കിലോ വാട്ട് അവർ. ഓക്കെ, സോ അതിലൊരു ടൈപ്പ് ഓർഡർ വന്നതാണ്. 2 ഇൻറ്റു 30 അല്ല, 2 ഇൻറ്റു നമ്മൾ ആദ്യം എഴുതിയുള്ള മിസ്റ്റേക്ക് കേട്ടോ. 2 കിലോ വാട്ട് അവർ അല്ല, 4 കിലോ വാട്ട് അവർ വരാം. ഓക്കെ, ഡെയിലി കൺസംഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 2000 ഡിവൈഡ് ബൈ 1000 വിച്ച് ഇസ് 2, വിച്ച് ഇസ് അതിനെ നമ്മൾ ഇൻറ്റു 2 ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് 4 കിലോ വാട്ട് അവർ ആണ് വരിക. സോ 4 കിലോ വാട്ട് അവർ ഇൻറ്റു 30. ഓക്കെ, ഡെയിലി കൺസംഷൻ എന്ന് പറയുമ്പോൾ 4 കിലോ വാട്ട് അവർ വരും. ആൻഡ് മന്ത്ലി കൺസംഷൻ വരുമ്പോഴത്തേക്ക് ഈ 4 ഇൻറ്റു 30 നമ്മൾ ചെയ്യുമ്പോൾ 120 കിലോ വാട്ട് അവർ ആയിട്ട് വരും. ഓക്കെ, സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 120 കിലോ വാട്ട് അവർ. Next question, on question number 6. What is the terminal voltage of a battery that expends 135 joules of energy to move 15 coulombs of charge around an electrical circuit? Okay, so നമുക്ക് ചോദിച്ചിരിക്കുന്ന വെച്ചാൽ ഒരു ബാറ്ററി ഉണ്ട്. സോ അതിന്റെ ടെർമിനൽ വോൾട്ടേജ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അത് ചെയ്യുന്ന വർക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 135 ജൂള് എനർജി അത് യൂസ് ചെയ്യുന്നുണ്ട് 15 കൂളോം ചാർജിനെ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിനെ ക്രോസ് മൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ 15 കൂളോം ചാർജിനെ ആ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കൂടെ മൂവ് ചെയ്യാനായിട്ട് 135 ജൂൾ എനർജി അത് 135 ജൂൾ എനർജി അത് കൺസ്യൂം ചെയ്യുകയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടെർമിനൽ വോൾട്ടേജ് എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ വേറൊന്നുമില്ല, വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്താണ് ജൂൾ പെർ കൂളോം ആണ് അല്ലെ. സോ വർക്ക് ഡൺ പെർ നമ്മുടെ ചാർജ് ആണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ അങ്ങനെ, അതായത് ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നീക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു വർക്കാണ് നമ്മളത് കാണിക്കുന്നത്. സോ 135 ജൂൾ വർക്ക് ആണത് ചെയ്യുന്നത് 15 കൂളോം ചാർജിനെ മൂവ് ചെയ്യാനെങ്കിൽ. സോ അതിന്റെ വാല്യൂ വേറൊന്നുമില്ല, വർക്ക് ബൈ ചാർജ് 135 ജൂൾ ഡിവൈഡ് ബൈ 15 കൂളോംസ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ 9 വോൾട്ട് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ടെർമിനൽ വോൾട്ടേജിന്റെ വാല്യൂ വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 7. എ 100 watt light bulb is illuminated on for 1 hour only. How many joules of electrical energy have been used by the lamp എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഒരു 100 വാട്ടിന്റെ ബൾബ് ഉണ്ട്, അത് നമ്മൾ 1 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ഇലുമിനേറ്റ് ചെയ്യണം, അതായത് കത്തിച്ചു വെക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ജൂൾ ഇലക്ട്രിക്കൽ എനർജിയാണ് ഈ ലാമ്പ് യൂസ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പവർ ഇൻ ടു ടൈം ആണ്. ആൻഡ് ലൈറ്റ് ബൾബിന്റെ പവർ കാണിക്കുന്ന 100 വാട്ട് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ 100 ഇനി ഇൻറ്റു ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ് 1 അവർ തന്നിരിക്കുന്നത് അല്ലെ. 1 അവറിന് നമുക്ക് സെക്കൻഡ്സിന്റെ ടൈംസിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ 1 അവർ ഈസ് ഈക്വൽ ടു എന്താണ് 60 minutes ആൻഡ് 1 minute ഈസ് ഈക്വൽ ടു 60 seconds. സോ അങ്ങനെ പറയുമ്പോൾ 1 അവർ എന്ന് പറയുമ്പോൾ 60 ഇൻറ്റു 60 എന്നുള്ള രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 3600 അതിനുള്ള മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക്
3,60,000 ജൂൾസ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. സോ അതാണ് നമ്മുടെ എന്താണ് ലാമ്പ് യൂസ് ചെയ്യുന്ന എന്താ പറയാ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കൺസ്യൂം ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ 3,60,000 ജൂൾ ആയിരിക്കും. ഓക്കെ, വാട്ട് അവറിന്റെ ബേസിൽ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ എത്രയാ വരിക? ഇൻറ്റു 1 എടുക്കുമ്പോൾ 100 വാട്ട് അവർ എന്നുള്ള രീതിയിലായിരിക്കും വരിക. ഓക്കെ, 100 വാട്ട് ബൾബ് 1 അവർ എന്ന് പറയുമ്പോൾ 100 വാട്ട് അവർ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ ജൂൾ ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ സെക്കൻഡ്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 8ാമത്തെ ക്വസ്റ്റ്യൻ. എ ലെങ്ത് ഓഫ് വയർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 6 ohms. What will be the resistance of a wire of the same material having 3 times as long and twice the cross-sectional area? നമുക്കൊരു വയർ തന്നിട്ടുണ്ട്, ഒരു മെറ്റീരിയലുള്ള ഏതൊരു മെറ്റീരിയലുള്ള ഒരു വയർ തന്നിട്ടുണ്ട്. ആ വയറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 ohm ആണ്. അങ്ങനെയാണെങ്കിൽ അതേ മെറ്റീരിയലുള്ള ഒരു വയർ നമുക്കുണ്ട്, ആൻഡ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു വയറിന്റെ ലെങ്തിനെ കാട്ടി 3 ഇരട്ടിയാണ്. ഓക്കെ, 3 times ലോങ്ങർ ആണ് നമുക്ക് ഈ പറയുന്ന രണ്ടാമത്തെ വയർ എന്ന് പറയുന്നത്. സെയിം മെറ്റീരിയൽ തന്നെയാണ്, പക്ഷെ 3 ഇരട്ടി നീളമുണ്ട്. അതേപോലെ തന്നെ എന്താണ് അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 2 ഇരട്ടിയാണ് അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും ഈ പുതിയ വയറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം R is directly proportional to L and inversely proportional to A, or എന്താണ് R is directly proportional to L by A എന്നുള്ളതിൽ നമുക്കറിയാം. സോ ഇവിടെ ലെങ്ത് 3 times കൂടുകയും ചെയ്തു, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇരട്ടിയാവുകയും ചെയ്തു. അങ്ങനെ വരുമ്പോഴത്തേക്കും 3/2 വേരിയേഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അതായത് 3/2 എന്ന് പറയുമ്പോഴത്തേക്കും 1.5 times ആയിരിക്കും റെസിസ്റ്റൻസ് അവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, പഴയ വയറിനെ കാട്ടി പഴയ വയറിനെ അപേക്ഷിച്ച് ഈ പുതിയ വയറിന് എന്താണ് ഒരു 1.5 times റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. സോ അങ്ങനെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ 6 into 1.5 എടുത്താൽ 9 ohms ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. സോ അത് തന്നെയാണ് നമ്മുടെ ആൻസറും നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 9. 2 electric lamps, each of 100 watts, 220 volt, are connected in series to a supply of 220 volt. Okay, the power consumed would be how much? Option A 100 watts, option B 200 watts, and option C 25 watts, and option D 50 watts. നമുക്ക് 2 ഇലക്ട്രിക് ലാമ്പ് തന്നിട്ടുണ്ട്. രണ്ടിന്റെയും പവർ എന്ന് പറയുന്നത് 100 വാട്ടാണ്. 100 വാട്ടിന്റെ 220 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന 2 ഇലക്ട്രിക് ലാമ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് രണ്ട് നമ്മൾ സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് സീരീസ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ എന്താണ് രണ്ടിന്റെയും അക്രോസ് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 220 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ പവർ കൺസംഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, പവർ കൺസംഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ്ലി കണക്റ്റഡ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ, അതാണ് അവിടുത്തെ ഒരു കീ പോയിന്റ് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, 100 വാട്ടിന്റെ 2 ലാമ്പ് സീരീസ്ലി കണക്റ്റഡ് ആയിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സീരീസ്ലി കണക്റ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഇത് രണ്ടും ലോഡ് അല്ലേ, ഈ 2 ലാമ്പും ലോഡാണ്. സോ ഇതിന്റെ രണ്ടിന്റെയും റെസിസ്റ്റൻസ് രണ്ടും ഒരേ വാല്യൂ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരേ പവർ കൺസംഷൻ അല്ലെങ്കിൽ ഒരേ പവർ ആണ് 2 ലാമ്പിന്റെ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ എന്താണ് റെസിസ്റ്റൻസ് വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ, സോ അപ്പോ സീരീസ്ലി കണക്റ്റഡ് ആകുമ്പോൾ എന്താണ് റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സോ അത് ആഡ് ഓൺ ആവും. ഓക്കെ, ഒരു ലാമ്പിന്റെ റെസിസ്റ്റൻസ് വാല്യൂ മറ്റേ ലാമ്പിന്റെയും കൂടെ ആഡ് ഓൺ ആവുകയാണ്. ആൻഡ് നമുക്ക് വോൾട്ടേജ് കറക്റ്റ് ആ 220 വോൾട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ പവർ കൺസപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നോർമലി 100 വാട്ട് ആണ് വരേണ്ടിയിരുന്നത്. ഇവിടെ വെച്ചാൽ സീരീസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരേ വാല്യൂലുള്ള 2 ലാമ്പ് വരുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡബിൾ ആവും. സോ R+R എന്നുള്ള രീതിയിൽ 2R ആവും നമ്മുടെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത്. വിന്റെ വാല്യൂ ചേഞ്ച് ഇല്ല. ഓക്കെ, സോ പവർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? V²/R ആണ് നമുക്കറിയാം. VI അല്ലെങ്കിൽ V²/R. ഐക്ക് പകരം നമ്മൾ R മെൻഷൻ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ V²/R എന്നുള്ള രീതിയിൽ പറയാം. ഇവിടെ ആറിന്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 2R ആണ് വരിക. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും
v²/2r എന്നുള്ള രീതിയിൽ വരും. അതല്ലെങ്കിൽ 1/2 ഇൻറ്റു അല്ലെങ്കിൽ 1/2 ഓഫ് v²/r എന്നുള്ള രീതിയിൽ വരും. സോ അങ്ങനെ വരുമ്പോൾ പവർ കൺസംഷൻ എന്ന് പറയുമ്പോൾ ഹാഫ് ഓഫ് 100 വാട്ട് ആയിരിക്കും വരിക. അതായത് 50 വാട്ട് ആയിരിക്കണം നമ്മുടെ ആൻസർ വരേണ്ടത്. ടോട്ടൽ പവർ കൺസംഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്ഷൻ ഡി 50 വാട്ട് എന്നുള്ള രീതിയിലായിരിക്കണം വരേണ്ടത്. ആൻഡ് ഈ ക്വസ്റ്റ്യനിൽ എങ്ങാനും ഇനി എന്താണ് ഈച്ച് ലാമ്പിന്റെയും വാല്യൂ ആണ് ചോദിക്കുന്നതെങ്കിൽ, ഓക്കെ, അതായത് പവർ കൺസ്യൂംഡ് ബൈ ഈച്ച് ലാമ്പ് വുഡ് ബി എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് മിക്കവാറും 25 വാട്ട് ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ഇവിടെ ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, പവർ കൺസംഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളപ്പോൾ 50 വാട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഇടാം. ഈച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 25 വാട്ട് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ശരിയാണോ നമുക്ക് നോക്കാം. യെസ്, നമ്മുടെ ആൻസർ ശരിയാണ്. റെസിസ്റ്റൻസ് ആർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു ലാമ്പിന്റെ. അങ്ങനെ വരുമ്പോൾ പി ഇസിക്കൽ ടു v²/r. ആൻഡ് ഇതിൽ നമുക്ക് 220 ആണ് വി എന്ന് പറയുന്നത്, പി എന്ന് പറയുമ്പോൾ 100 വാട്ട് ആണ്. സോ ആർ എന്ന് പറയുമ്പോഴത്തേക്ക് 220² എന്ന് പറഞ്ഞു വരും. ആൻഡ് രണ്ട് ബൾബും സീരീസ്ലി കണക്റ്റഡ് ആണ്. അങ്ങനെ വരുമ്പോൾ റെസിസ്റ്റൻസ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്, ആ സീരീസ് സർക്യൂട്ടിന്റെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് r+r 2r വരും. ആൻഡ് പവർ കൺസംഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, പി ഇസിക്കൽ ടു v²/r ആണ്. സോ 220²/2r. ആൻഡ് 220²/2r എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ആ വാല്യൂ നമ്മൾ ഇടുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 50 വാട്ട് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. സോ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി 50 വാട്ട് ആണ് അവിടെ വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. 2 lamps 230 volt 100 watt and 230 volt 25 watt are connected in series across 230 volt supply. Which lamp glows brighter? നമുക്ക് രണ്ട് ലാമ്പ് തന്നിട്ടുണ്ട്. ഒരെണ്ണം 230 വോൾട്ടും 100 വാട്ടുമാണ്. രണ്ടാമത്തെ 230 വോൾട്ടും അതുപോലെ 25 വാട്ടുമാണ് രണ്ടാമത്തെ ലാമ്പിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്, സ്പെക് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ 230 വോൾട്ടിന് അക്രോസ് നമ്മൾ സപ്ലൈ കൊടുക്കുകയാണ്. ഓക്കെ, 230 വോൾട്ടാണ് ഇതിന്റെ സപ്ലൈ നമ്മൾ കൊടുക്കുന്നത്. സീരീസ്ലി കണക്റ്റഡും ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ലാമ്പ് ആയിരിക്കും കൂടുതൽ ബ്രൈറ്റർ ആയിട്ട് ഗ്ലോ ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ 25 വാട്ട് ലാമ്പ്, ഓപ്ഷൻ ബി 100 watt lamp, option C both the lamps, and option D none of the above. Okay, ഒന്നുകിൽ 25 വാട്ട് അല്ലെങ്കിൽ 100 വാട്ടിന്റെ, അതല്ലെങ്കിൽ രണ്ട് ലാമ്പ് ഒരേപോലെ, അതല്ലെങ്കിൽ രണ്ടും അല്ല. ഓക്കെ, ഇതിൽ ഏതാണ് ആൻസർ നമുക്ക് നോക്കാം. സോ ബേസിക്കലി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെയാണ്, സീരീസ് കണക്ഷൻ ആണ് അല്ലെ. സീരീസ് കണക്ഷൻ എപ്പോഴും എന്താണ്, കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും വേരിയേഷൻ വരുന്നുണ്ടാവുക. സോ കറണ്ട് സെയിം ആയിരിക്കും എന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലാമ്പിനും അക്രോസ് ഉള്ള, അല്ലെങ്കിൽ ഈ രണ്ട് ലാമ്പിലും എത്രത്തോളം പവർ കൺസംഷൻ ആണ് നമുക്ക് നടക്കുന്നത് എന്നുള്ളത് നോക്കാം. അല്ല, അതിന് മുന്നേ ആയിട്ട് ഈ രണ്ട് ലാമ്പിലും എത്ര റെസിസ്റ്റൻസ് ആണ് അതിന് വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുക. ഓക്കെ, സോ റെസിസ്റ്റൻസ് വാല്യൂസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, 100 വാട്ടിന്റെ റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ലാമ്പിന്റെ പവർ 100 വാട്ട് ആണ് അല്ലെ. സോ പി ഇസിക്കൽ ടു വി ഐ, അതല്ലെങ്കിൽ v²/r എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, v²/r നമ്മൾ നോക്കുമ്പോഴത്തേക്കും 100 വാട്ടിന്റെ ലാമ്പിനെ കാട്ടിയും എന്താണ്, 25 വാട്ടിന്റെ ലാമ്പിൽ വരുന്ന R വാല്യൂ കൂടുതലായിരിക്കും. ഓക്കെ, 25 വാട്ടിൽ വരുന്ന R വാല്യൂ നമുക്ക് കൂടുതലായിരിക്കും, ഓൾമോസ്റ്റ് 4 ടൈംസ് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ 4 ഇരട്ടി റെസിസ്റ്റൻസ് വാല്യൂ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ആ ലാമ്പില് കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യപ്പെടുകയാണ്. അവിടെ കൂടുതൽ എന്താണ് കൺസംഷൻ നടക്കുകയാണ്, അതല്ലെങ്കിൽ അവിടെ കൂടുതൽ അവിടെ ഡ്രോപ്പ് അവിടെ സംഭവിക്കും. ഓക്കെ, സോ കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് നടക്കുന്നത് കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള ആ ഒരു ലോഡ് വരുന്ന ഒരു മെറ്റീരിയലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റിലായിരിക്കും വരുന്നുണ്ടാവുക. സോ സ്വാഭാവികമായിട്ടും 100 വാട്ട് ബൾബിലുള്ളതിനെക്കാട്ടിയും എന്താണ് റെസിസ്റ്റൻസ് വാല്യൂ 25 വാട്ട് ബൾബിലായിരിക്കും വരുന്നുണ്ടാവുക. സോ അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ചെയ്ത് നമുക്ക് നോക്കിയപ്പോഴത്തേക്കും കണ്ടതുപോലെ. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ്, കൂടുതൽ പവർ ഡ്രോപ്പ് വരുന്നത് ആ ചെറിയ ലാമ്പിലായിരിക്കും, 25 വാട്ടിന്റെ ലാമ്പിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കത്തുന്നതും ആ ലാമ്പ് തന്നെയായിരിക്കും. ഓക്കെ, സോ ആൻസർ വുഡ് ബി ഓപ്ഷൻ എ 25 വാട്ട്. ഓക്കെ, സോ 25 വാട്ട് ലാമ്പ്, 25 വാട്ടിന്റെ ലാമ്പ് ആയിരിക്കണം നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അതായത് ബ്രൈറ്റർ ആയിട്ട് ഗ്ലോ ചെയ്യുന്നത് ആ ലാമ്പ് ആയിരിക്കും.
അതാണോ നമുക്ക് നോക്കാം. യെസ്, നമ്മൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. 25 വാട്ടിന്റെ ബൾബാണ് വരിക, ബ്രൈറ്റർ ആയിട്ട് ക്ലോസ് ചെയ്യുന്നത്. ഇൻ എ സീരീസ് കണക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, സെയിം കറന്റ് ഫ്ലോസ് ത്രൂ ഓൾ കമ്പോണൻസ്. സോ നമ്മൾ റെസിസ്റ്റൻസ് വേരിയേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഡ്രോപ്പ് ആയിരിക്കും അവിടെ മാറുക. സോ റെസിസ്റ്റൻസ് നോക്കുക. നമ്മൾ റെസിസ്റ്റൻസ് നോക്കുമ്പോഴത്തേക്ക് എന്താണ്, വി സ്ക്വയർ ബൈ പി, അതായത് പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്നല്ലേ വരിക. സോ നമുക്ക് വിയും പിയും രണ്ട് ബൾബിന്റെ കേസിലും തന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് വെച്ചിട്ട് നമുക്ക് രണ്ട് ബൾബിന്റെയും ആറ് നമ്മൾ കൺസിഡർ ചെയ്യാം. സോ R1 എന്ന് പറയുമ്പോഴത്തേക്കും 100 വാട്ട് ബൾബിന്റെ എന്താണ്, റെസിസ്റ്റൻസ് വാല്യൂ ആണ്. സോ വി സ്ക്വയർ ബൈ പി 230 സ്ക്വയർ ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 529 ഓം ആണ്. ആൻഡ് സിമിലർലി R2, അതായത് 25 വാട്ട് ബൾബിന്റെ റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ കാണാണ്. ഇതേപോലെ തന്നെ വി സ്ക്വയർ ബൈ പി, വിയുടെ സ്ഥാനത്ത് 230യും പിയുടെ സ്ഥാനത്ത് 25 ഇടുക. സോ 230 സ്ക്വയർ ബൈ 25 ഇടുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2116 ഓം ആണ്. ഓക്കെ, 2116 ഓം. ഈ 2116 ഓം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഉണ്ടായത്, 529 ഓമിനെക്കാട്ടി കൂടുതലാണ് അല്ലെ, ഓൾമോസ്റ്റ് 4 ടൈംസ് വരുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ്, ഹയർ റെസിസ്റ്റൻസ് വാല്യൂ വരുന്നത് 25 വാട്ട് ലാമ്പിലാണ്. സോ പവർ ഡിസിപ്പേഷൻ അപ്പൊ ഏതിലായിരിക്കും കൂടുതൽ വരിക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 25 വാട്ടിന്റെ ലാമ്പിലാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതായിരിക്കും കൂടുതൽ ബ്രൈറ്റർ ആയിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മുടെ ആൻസർ 25 വാട്ട് ബൾബ് ആവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. An electric iron is rated as 2000 watt. If it is on and off for equal durations while ironing, how long will it take to consume 1 unit of energy? Option A, half an hour. Option B, 1 hour. Option C, 2 hours. Option D, 4 hours. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇലക്ട്രിക് അയൺ ആണ് അല്ലെ, നമുക്കൊരു തേക്കോട്ടി അല്ലെ, ഒരു സ്ട്രിപ്പിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ പവർ എന്ന് പറയുന്നത് 2000 വാട്ട് ആണ്. ഓക്കെ, 2 കിലോ വാട്ട് ആണ് അതിന്റെ പവർ എന്ന് പറയുന്നത്. അത് നമുക്കറിയാം നമ്മൾ എങ്ങനെ തേക്കോട്ടി യൂസ് ചെയ്യുന്നത്. ആദ്യം ഓൺ ചെയ്യും, ഓൺ ചെയ്തിട്ട് അത് ചൂടായി കഴിഞ്ഞതിന് ശേഷം എന്താണ്, നമ്മൾ ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ അയൺ ചെയ്യും അല്ലെ. അത് കഴിഞ്ഞ് വീണ്ടും ചൂട് കുറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും അത് ഓൺ ചെയ്യും, സ്വിച്ച് ഓൺ ചെയ്യും, വീണ്ടും അത് ഹീറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഹീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അത് ഹീറ്റ് ആയി കാണിക്കുന്നത് നമ്മൾ വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങും അല്ലെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓണും ഓഫും നമ്മൾ ഇലക്ട്രിക് അയൺ ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഈ ഓൺ ആൻഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഈക്വൽ ഡ്യൂറേഷൻ ആണെന്ന് കൺസിഡർ ചെയ്യാം. ഒരു ഇലക്ട്രിക് അയൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈക്വൽ ടൈം ആണ് ഓൺ ആൻഡ് ഓഫ് ടൈം എന്ന് വിചാരിക്കുക. അതായത് 1 മണിക്കൂർ നേരം പ്രവർത്തിക്കുമ്പോഴത്തേക്കും അരമണിക്കൂർ നേരം ഓഫ് ടൈമും അരമണിക്കൂർ നേരം ഓൺ ടൈമും ആണെന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു യൂണിറ്റ് എനർജി, ഓക്കെ, ഒരു യൂണിറ്റ് എനർജി എത്ര നേരം കൊണ്ടാണ് കൺസ്യൂം ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഒരു യൂണിറ്റ് എനർജി കൺസ്യൂം ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കും? ഈ 2000 വാട്ടിന്റെ ഇലക്ട്രിക് അയൺ ഓൺ ആൻഡ് ഓഫ് പീരീഡ് ഈക്വൽ ഡ്യൂറേഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ, പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു യൂണിറ്റ് എനർജി കൺസ്യൂം ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കത് നോക്കാം. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 2000 വാട്ട് ആണ് ഇലക്ട്രിക് അയണിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഓൺ ആൻഡ് ഓഫ് ഈക്വൽ ടൈം ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ 1 മണിക്കൂർ അത് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അരമണിക്കൂർ ഓഫും അരമണിക്കൂർ ഓണും ആണ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ നേരം പ്രവർത്തിക്കുന്നിരിക്കട്ടെ. 1 മണിക്കൂർ ഇത് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഹാഫ് ആൻ അവർ ആയിരിക്കും അല്ലെ. സോ ഹാഫ് ആൻ അവർ ടൈം ആയിരിക്കും അത് ആക്റ്റീവ് ആയിട്ട് ഓൺ ആയിട്ടിരിക്കുന്നുണ്ടാവുക. ഈ ഓൺ ആയിട്ടിരിക്കുന്ന സമയത്തല്ലേ നമുക്ക് പവർ കൺസംഷൻ ഉണ്ടാവുള്ളൂ. സോ അരമണിക്കൂർ വെച്ചിട്ട് 2000 വാട്ട്. ഓക്കെ, സോ നമുക്കറിയാം എനർജി എന്ന് പറഞ്ഞാൽ പവർ ഇൻ ടു ടൈം ആണ് അല്ലെ. സോ ഈ പവർ 2000 വാട്ട് ഇൻ ടു എന്താണ്, ഹാഫ് ആൻ അവർ അതിലായിരിക്കും അത് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ 2000 ഇൻറ്റു ഹാഫ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും നമുക്ക്? ഹാഫ് ആൻ അവർ ചെയ്യുമ്പോൾ 1000 വാട്ട് അവർ അല്ലെ. 1000 വാട്ട് അവർ എന്ന് പറയുമ്പോഴത്തേക്കും 1 കിലോ വാട്ട് അവർ ആണ് അല്ലെ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ബേസിക്കലി ഒരു യൂണിറ്റ് ആണ്. 1 കിലോ വാട്ട് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഒരു യൂണിറ്റ് ആണ് അല്ലെ. സോ അങ്ങനെ വരുമ്പോൾ കറക്റ്റ് നമുക്ക് അരമണിക്കൂറാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ
ടോട്ടൽ ടൈം എടുക്കുമ്പോൾ അല്ലെ ഓൺ ആൻഡ് ഓഫ് മൊത്തം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ ബി 1 അവർ ആയിരിക്കണം. അതായത് 1 അവർ ആ ഇലക്ട്രിക് ഫാൻ പ്രവർത്തിക്കുമ്പോഴാണ് ഹാഫ് ആൻ അവർ ഓൺ ടൈമും ഹാഫ് ആൻ അവർ ഓഫ് ടൈം വരുന്നുണ്ടാവുക. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഒരു യൂണിറ്റ് അവിടെ കൺസ്യൂം ആവുന്നത്. ഓക്കെ, സോ അവർ ആൻസർ ഷുഡ് ബി ഓപ്ഷൻ ബി 1 അവർ. ആണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, നമ്മുടെ ആൻസർ അത് തന്നെയാണ്, 1 അവർ തന്നെയാണ് കേട്ടോ. സോ ഇത് നമുക്ക് കാണുന്ന വരുന്നതല്ല, പി ഇസിക്കൽ 2000 വാട്ട് അല്ലെങ്കിൽ 2 കിലോ വാട്ട്. ഒരു യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും 1 കിലോ വാട്ട് അവർ ആണ്. അയണ് ഓൺ ആൻഡ് ഓഫ് ഡ്യൂറേഷൻ ഈക്വൽ ആണ്. ആൻഡ് അതായത് ഹാഫ് ടൈം ആയിരിക്കും ഓപ്പറേഷണൽ ആയിട്ടുണ്ടാവുക. ആൻഡ് പകുതി സമയം ഓൺ ആയിരിക്കും, ബാക്കി സമയം ഓഫ് ആകുമ്പോൾ എഫക്റ്റീവ് പവർ എന്ന് പറയുമ്പോൾ ആ അയണിന്റെ എഫക്റ്റീവ് പവർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? P/2 ആയിരിക്കും. പകുതി നേരമല്ല വർക്ക് ചെയ്യുന്നുള്ളൂ. സോ അതിന്റെ പി എന്ന് പറയുന്നത് 2000 വാട്ട് അല്ലെങ്കിൽ 2 കിലോ വാട്ട് ആണെങ്കിൽ എഫക്റ്റീവ് പി എന്ന് പറയുന്നത് P/2 ആയിരിക്കും. അതായത് 2 കിലോ വാട്ട് ബൈ 2 വിച്ച് ഈസ് 1 കിലോ വാട്ട്. ഓക്കെ, ആൻഡ് ടൈം ടു കൺസ്യൂം, ടൈം റിക്വയർഡ് ടു കൺസ്യൂം 1 കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഈ 1 കിലോ വാട്ട് ഇൻറ്റു 1 അവർ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാം. ടൈം എന്ന് പറയുമ്പോൾ പി ഇസിക്കൽ ടു അല്ലെങ്കിൽ ഇ ഇസിക്കൽ ടു എന്താണ് വി ഐ ടി അല്ലെങ്കിൽ പി ഇൻറ്റു ടി എന്നുള്ള രീതിയിൽ നമ്മൾ ഇക്വേഷൻ പറഞ്ഞിട്ടില്ല. ഇ ഇസിക്കൽ ടു എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. സോ ഇതിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ ടി വിൽ ബി ഈക്വൽ ടു എന്താണ്? ഇ ബൈ പി. ടി ഈക്വൽ ടു ഇ ബൈ പി. സോ ഇ എന്ന് പറയുമ്പോൾ നമ്മുടെ എനർജി 1 കിലോ വാട്ട് അവർ ആൻഡ് പി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പവർ. ഓക്കെ, 1 കിലോ വാട്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും 1/1 വിച്ച് ഈസ് 1 അവർ എന്നും പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടും. ജനറൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. സോ അവർ ആൻസർ വിൽ ബി 1 അവർ. ഓക്കെ, 1 മണിക്കൂർ പ്രവർത്തിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഒരു യൂണിറ്റ് എനർജി അവിടെ എന്താണ് ചെലവാകുന്നത്, കൺസ്യൂം ആകുന്നത്. ഓക്കെ,